അപ്പോൾ ഞാനെന്താ പറിക്കണമെന്നാവില്ല എല്ലാവരും ആലോചിക്കണേ. ഇതാ ഞാൻ പറിക്കുന്ന സംഭവമാണിത്, കണ്ടോ? ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇതെന്താ അറിയോ? ഇത് ലവലോലിക്ക. ലവലോലിക്ക എന്ന് പറയും, റൂബിക്ക എന്ന് പറയും, ഒരുപാട് പേരുണ്ട് ഈ ഒരു സുന്ദരി പഴത്തിന്. അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളും ഉണ്ട് ഇതിന്. ഇത് കൊളസ്ട്രോൾ നിയന്ത്രിക്കും, അതുപോലെ വിറ്റാമിൻ സിൻ്റെ കലവറയാണ്. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മളിന്ന് ഇത് വെച്ചിട്ട് അച്ചാറും ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഉപ്പിലിടണമുണ്ട്. പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ജ്യൂസും ഉണ്ടാക്കാം കേട്ടോ. ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളിന്ന് അച്ചാറും ഉപ്പിലിട്ടത് ഉണ്ടാക്കണേ. അപ്പം ഇനിയും കുറേ ഉണ്ട് തമ്മിൽ, പക്ഷെ എത്രയും നല്ലതെന്ന് കേട്ടോ, ഒരുപാടുണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ ഇത് വഴി കൂടെ പോണവരൊക്കെ കണ്ടിട്ട് വന്നിട്ട് പറിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഇത് കുറച്ചും കൂടിയൊക്കെ പറിച്ചെടുക്കുക. അപ്പം അവിടെയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പെറുക്കി ഉണ്ടാക്കുക. ഇത് നമുക്ക് കുറച്ച് ഉപ്പിലിടും ചെയ്യണം, കുറച്ച് അച്ചാറിടും ചെയ്യാം. അതാ കണ്ടില്ലേ, ഒരുപാട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. ഇതാ കുറച്ച് മണ്ണൊക്കെ ഉണ്ട്, നിലത്ത് വീണോണ്ട്. അപ്പം നമുക്ക് 2-3 പ്രാവശ്യം കഴുകി എടുക്കണം. അപ്പം നമ്മളെ ലോലിക്ക അതാ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മരത്തിൻ്റെ ചോട്ടിൽ തന്നെ ഉപ്പിലിടാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിതാ കുറച്ച് ഇഞ്ചി ഇതേപോലെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കാന്താരി മുളക് കൊടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചിയും കാന്താരി മുളകും നമുക്കൊന്ന് ചതച്ചെടുക്കണം. അത് ഇതാ ചതച്ചിട്ടുണ്ട്, ഇതോടെ മാറ്റിക്കാം. ഈ കാന്താരി മുളക് ഒക്കെ ഒന്നും ഞാൻ എടുക്കണില്ല കേട്ടോ ചതയ്ക്കാൻ. അപ്പം അതും ചതച്ചു. ഈ കുപ്പിക്ക് നമുക്ക് ഉപ്പിലിടാൻ നോക്കാം. നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചതാട്ടോ ഞാൻ. ഇനി ഇത് നമുക്ക് ഈ പച്ച കളറുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉപ്പിലിടാൻ എടുക്കാം കേട്ടോ. ചുവപ്പ് എടുക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ എന്നാലും നമുക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവില്ലേ. പിന്നെ അതും മാത്രമല്ല, ഈ ചുവപ്പിനെക്കാട്ടിലും ടേസ്റ്റ് ഉപ്പിലിട്ടത് പച്ചക്കാണ്. അപ്പം നമുക്ക് കൂടുതൽ ഇതെടുക്കാം, കുറച്ച് ചുവപ്പ് കളറുള്ള കൊടുക്കാം. അപ്പം അതിലുണ്ടല്ലോ നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ എന്താ അറിയാം, ഞാൻ ചതച്ച് വെച്ച ഇഞ്ചിയും കാന്താരി മുളകിൻ്റെ അതും കൂടി കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതാ കുറച്ച് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ചും കൂടി ലോലിക്ക ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് സുർക്ക ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി, കാരണം ഈ റൂബിക്ക നല്ല പുളിയുള്ള സംഭവമാണ്. അപ്പോൾ ജസ്റ്റ് ഒരു കേട് വരാതെക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി രണ്ടിലും. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പിലിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതാ ലവലോലിക്ക ഞാൻ ഉപ്പിലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് കഴിക്കാൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് എവിടെ നിന്ന് ഉണ്ടാക്കിയത് ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. ഇത് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള തന്നെ ഉമ്മുട്ടിയാത്തേൻ്റെ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കിയത്. ഓരോ വീട്ടിലാണ് ഈ മരം ഉള്ളത്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ ഉപ്പിലിട്ട് കഴിഞ്ഞു. ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ അച്ചാറും കൂടി ഇടണം. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് ഇതെങ്ങനെ അച്ചാറിടാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് അച്ചാറുണ്ടാക്കാം. അപ്പോൾ അച്ചാറുണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ അച്ചാറിടാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് കത്തിക്കുക. ഇനി നമുക്ക് നല്ലെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ അതിലേക്ക്. അപ്പോൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ നല്ലോണം ചൂടാന് നമുക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുക് ഏകദേശം പൊട്ടിക്കഴിയട്ടെ. എന്നിട്ട് നമുക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് വെക്കണം. അപ്പോൾ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നമ്മൾ ഇടാൻ പോണ വെളുത്തുള്ളിയാണേ. ഇതാ വെളുത്തുള്ളി പതുക്കെ. ഒരു ആ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് വാടിയുണ്ട്. ഈ സമയത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കണേ, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി.
ഇത് ഏകദേശമൊക്കെ ഒന്ന് വാടി ഇതാ വെളുത്തുള്ളിയൊക്കെ ഒരു ഇളം ചുവപ്പ് കളറായില്ലേ. ഈ സമയത്ത് നമുക്ക് സിമ്മിലിട്ടിട്ട് ഇതിക്ക് വേണ്ട മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി വേണം. അത് രണ്ടും ഇട്ട് കൊടുക്കട്ടോ. ഇതാ കാശ്മീരി മുളക് പൊടിയാണേ. അപ്പോൾ അത് ഞാൻ 2 സ്പൂൺ ഇട്ട് കൊടുത്തേന്. അപ്പോൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് മഞ്ഞൾപ്പൊടി ഇതാ കുറച്ചിട്ട് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി ഇതാ ഇത്തിരി മതി. അപ്പം അതും ചേർത്തു. ഇനി നമ്മളിതിൽ സുർക്കൊഴിക്കണേ. കുറച്ച് ചേർത്തിട്ടുള്ളൂ. കുറച്ച് വെള്ളവും കൂടി ചേർക്കുക. കാരണം ഈ ലോലോലിക്ക നല്ല പുളിയുള്ളതുകൊണ്ടേ വിനാഗിരി കുറച്ച് മതി. കുറച്ച് വെള്ളം. ഞാൻ ഉപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർത്തു. ഇനി ഉപ്പുണ്ടൊക്കെ നോക്കണം, എരിവുണ്ടൊക്കെ നോക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതാ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സിമ്മിലിട്ടിട്ടേ നമ്മളെ ലവലോലിക്ക ഇതിലിട്ട് കൊടുക്കാം. ലവലോലിക്ക ഇട്ടു. ഇനി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പം നമുക്ക് സിമ്മൊന്ന് മാറ്റട്ടോ. തീ കത്തിക്കോട്ടെ. ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ എരിവും ഈ പുളിയൊക്കെ പിടിച്ച് ഉപ്പിൻ്റെ ഇതൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റ് ആവുള്ളൂ. അപ്പോഴാണ് ഇത് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ അതാ കണ്ടോ നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇത് നല്ലോണം പാകമായിട്ടുണ്ട്. നമുക്കിതിക്ക് ചെറിയ 2 സംഭവങ്ങളോട് ചേർക്കാണ്ട്. ഇതെന്താ വെച്ചാൽ ഉലുവയും പിന്നെ കായും കൂടി ഞാൻ പൊടിച്ചതാണ്, വറുത്ത് പൊടിച്ചതാട്ടോ. അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ. ഒന്ന് എല്ലായിടത്തേക്കും ഇളക്കി ഒന്ന് മിക്സാക്കിയിട്ട് വാങ്ങി വയ്ക്കുക. നമുക്കിത് വേറൊരു പാത്രത്തേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മളെ അച്ചാറും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പം അച്ചാർ ഉപ്പിലിട്ടൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ അന്നേക്ക് നമ്മൾ എടുക്കൂലല്ലോ. ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടല്ലേ എടുക്കുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇതും നമ്മളെ ഉപ്പിലിട്ടതും ഞാൻ ടേസ്റ്റ് ചെയ്യണേ എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ലോലോലിക്ക കിട്ടണവരൊക്കെ ഇതേപോലെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. പിന്നെ എന്താ പറയുക, നമ്മളെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കണം. നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ആരും ബേജാറാവണ്ട, ഇടങ്ങേറാവണ്ട, എല്ലാവരും ഉണ്ടാക്കിക്കോളി, തിന്നോളി.